ചെക്ക് ബുക്ക് ATM കാർഡ് ഇവയ്ക്കുമൊക്കെ ചാർജ് ഈടാക്കും എന്ന തരത്തിൽ പ്രസ്തുത സർക്കുലറിലുണ്ടായിരുന്നു. ഇതടങ്ങുന്ന മുഴുവൻ സർക്കുലറുമാണോ പിൻവലിച്ചിരിക്കുന്നത്, അതോ ATM-ന് ചാർജ് ഈടാക്കും എന്നുള്ള ആ ഒരു ഖണ്ഡിക മാത്രമാണോ പിൻവലിച്ചിരിക്കുന്നത്? ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ സർക്കുലർ SBI ബഡ്ഡിയെ ഉദ്ദേശിച്ച് ഇറക്കിയതാണെന്നാണ് SBI വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ പുതിയതായി ഇനി നിലവിലുള്ള സാധാരണ ഉപഭോക്താക്കളെ കൂടി ബാങ്ക് ഇടപാടുകാരെ കൂടി ലക്ഷ്യമിട്ടുള്ള സർക്കുലറാണോ പുറത്തു വരുന്നത് എന്ന് നമുക്ക് അറിയാനിരിക്കുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന സർക്കുലർ നിലനിൽക്കുന്നതല്ല എന്ന് തന്നെയാണ് SBI വിശദീകരിക്കുന്നത്. ഇത് സാധാരണ ഉപഭോക്താക്കളെ ബാധിക്കുന്ന സർക്കുലറാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് മാറ്റി ഒരു സർക്കുലർ ഇറക്കുന്നത്. ഏതായാലും ATM ഇടപാടുകൾക്ക് ഓരോ തവണയും ഇടപാടിന് 25 രൂപ സർവീസ് ചാർജ് നൽകുന്ന ഈ ഒരു നിർദ്ദേശം വളരെയധികം പ്രതിഷേധമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റു പ്രദേശങ്ങളും വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനാലാണ് ഇത് പിൻവലിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. ഏതായാലും SBI വിശദീകരിക്കുന്നത് ഇത് SBI ബഡ്ഡിക്ക് വേണ്ടി തയ്യാറാക്കിയ സർക്കുലർ ആണെന്നാണ്. ഇനി പുതിയ സർക്കുലറിൽ പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഇനി മുംബൈയിൽ നിന്നാണ് ഇതിന്റെ സർക്കുലർ പുറത്തിറങ്ങി വീണ്ടും പുതിയ സർക്കുലർ. ATM-ലൂടെയുള്ള സൗജന്യ പണമിടപാട് ജൂൺ 1 മുതൽ നിർത്തലാക്കാനുള്ള ഉത്തരവ് SBI പിൻവലിക്കുന്നു. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.